എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന റെസിപ്പി ഒരു നല്ല ബീഫ് ഫ്രൈയും അതോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നമുക്ക് നല്ലൊരു ബൺ പൊറോട്ടയാണ് കേട്ടോ. ബൺ പൊറോട്ട എന്ന് പറഞ്ഞാൽ പൊറോട്ടയുടെ അത്ര ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഉണ്ടാക്കാൻ, എന്നാൽ പൊറോട്ടയെക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ബൺ പൊറോട്ട. അപ്പോൾ ബൺ പൊറോട്ടയുടെ റെസിപ്പി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം ബീഫ് ഫ്രൈ നമ്മൾ സാധാരണ പോലെ തന്നെ ഞാൻ ആദ്യം വേവിക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള മസാലകളൊന്നും ഇടില്ല. കുറച്ച് കുരുമുളക്, ഒരു പിടി കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തോല് കളഞ്ഞിട്ട്. കുറച്ച് മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 പച്ചമുളക്, ഇത്രേ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ബീഫ് ഫ്രൈയുടെ റെസിപ്പിയിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് മസാല ചേർത്തിട്ട് പിന്നീട് ഇത് നമ്മൾക്ക് ആവശ്യത്തിന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കുക. ഇതിലേക്ക് ഉപ്പിന് പകരം കല്ലുപ്പാണ് ഇടുക കേട്ടോ. അപ്പോൾ ഒരു പിടി കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പ് നമ്മുടെ തൈറോയിഡ് പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും കല്ലുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വിഭവങ്ങളിൽ കുക്കറിലൊക്കെ വയ്ക്കുന്നതിൽ നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം, അത് വേഗം അലിഞ്ഞോളും. അല്ലാതെ ഉപ്പേരിയിലോ അല്ലെങ്കിൽ തോരനിലൊക്കെ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിയാതെ അത് കിടക്കും. അപ്പോൾ ഈ മസാലകളെയൊക്കെ കൂട്ടി ഞാൻ നന്നായി ചേർത്ത് കൈകൊണ്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5-10 വിസിൽ കേൾപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അന്നത്തേക്ക് നേരത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് എടുത്തിട്ട് കുറച്ചും കൂടി ആവശ്യത്തിന് മുളക് പൊടി, ഒരു 3/4 സ്പൂണ് ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാലയും ചില്ലി ഫ്ലേക്സും ഒക്കെ കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇനി വേണ്ടത് നമുക്ക് നാളികേരക്കൊത്താണ്, എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ എന്താ വെച്ചാൽ പിള്ളേരോട് നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് പറയാം, അപ്പോൾ അവർ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. നാളെ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ ഒരു സർപ്രൈസ് പോലെ കുറച്ചും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്, ഒരു വിഭവം വീട്ടിലുണ്ട് എന്നുള്ളത്. അതുപോലെ കുട്ടികൾക്കും പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം വരും. നമ്മുടെ വീട്ടിലൊക്കെ ബീഫോ ചിക്കനോ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നമുക്കും അത് കുറേ ഒരു പണി ഒഴിഞ്ഞ മാതിരി തോന്നും. ബാക്കി ഏത് കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് വെച്ച് കൊടുത്താലും അവരുടെയൊക്കെ മുഖം തെളിയില്ല. പക്ഷേ ഒരിത്തിരി ബീഫോ ഒരിത്തിരി ചിക്കനോ ഉണ്ടെങ്കിൽ എന്ത് കറിയായാലും അവരത് കൂട്ടി കഴിച്ചോളും. അപ്പോൾ ബീഫും ചിക്കനും എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് എടുക്കുന്നുണ്ട്. തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ, ഒരു മുറി തേങ്ങ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. ആ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ നമുക്കിതുപോലെ തന്നെ ഇത്തിരി മൂർച്ചയുള്ള മുനയുള്ള കത്തിയുണ്ട്, ചെറിയ കത്തിയുണ്ട്, ഉറപ്പുള്ള കത്തിയുണ്ട്, നമുക്ക് വേഗം ഇടിയിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ തേങ്ങാക്കൊത്തിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇങ്ങനെ ചെയ്യാനറിയാത്തവർ ഒരു മുറി തേങ്ങ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് അതിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തേങ്ങാക്കൊത്ത് പായസത്തിലേക്കോ ചിക്കനിലേക്കോ ബീഫിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഫ്രൈ ആക്കി നല്ലോണം മൊരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് ബൺ പൊറോട്ടയാണ്. അപ്പോൾ ബൺ പൊറോട്ട എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ പൊറോട്ടയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പൊറോട്ടയെക്കാളും സ്വാദുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ കേട്ടോ. ഇതിലേക്കായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് ആ വെള്ളത്തിന് സാധാരണ വാമാക്കി വയ്ക്കും. അതിലേക്ക് 4 സ്പൂണ് പഞ്ചസാര ഇടും. ഒരു നല്ലോണം വലിയൊരു സ്പൂണ് ഈസ്റ്റാണ് അതിലേക്ക് ചേർക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഈസ്റ്റ് ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. ഈസ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് കാര്യമില്ല, അതെടുത്ത് കാട്ടിക്കളയേ വേണ്ടു. വേറെ നല്ല ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നല്ല ഈസ്റ്റാണോ എന്ന് അറിയാം. കാരണം അത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പം നന്നായിട്ട് അത് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഉപ്പും നമ്മൾ നേരത്തെ ചേർത്ത മിശ്രിതവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ബൺ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയെ ഒരു വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പത്തിന് നമ്മുടെ ആ മിശ്രിതവും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മിശ്രിതം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൊടി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ എനിക്ക് പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പാകമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത് പാകമല്ല, പൊടി
പൊടി നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് അതിനെ ലൂസാക്കാം കേട്ടോ. അതല്ല ലൂസാണെങ്കിൽ കുറച്ച് മൈദയും കൂടിയും ചേർത്തിട്ട് ഒന്ന് ഹാർഡാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ നീണ്ട് അതായത് ലൂസായിട്ട് അതൊന്നും കൂടിയും അതിലേക്ക് വെള്ളം കൂടിയ മാതിരി അതിങ്ങനെ കയ്യിൽ നിന്ന് മുകളിലേക്ക് പിടിച്ചാൽ വിട്ടു പോകുന്നൊരു പരുവത്തിലേക്ക് കിട്ടും. അതാണ് ഈ ബൺ പൊറോട്ടയുടെ പരുവം കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ ഒരു 3/4 മണിക്കൂറോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇപ്പം ഞാൻ അധികം നേരം റെസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം മകന് പെട്ടെന്ന് ആവശ്യമായി അതെടുത്തു. അപ്പം ഞാൻ അതിലേക്ക് ഒരു ബട്ടറിൻ്റെ ഒരു കഷ്ണം അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കൈ വേണമെങ്കിൽ ഒരു ഇത്തിരി ഓയിലൊന്ന് തടവിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ വേഗം കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടൂട്ടാ. അപ്പം ഞാൻ ആ ബട്ടർ നടുവിൽ വെച്ച് കൊടുത്തിട്ട് അതിനെ ഉരുട്ടി ഒരു ഉണ്ടയാക്കി എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ആ ബട്ടറിൻ്റെ ഒപ്പം കുറച്ച് ചീസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഇത്തിരി പാൻ ചൂടായിരുന്നു. നിങ്ങൾ ചൂടാവുന്നതിന് മുൻപ് തന്നെ ഈ ബണ്ണതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ കൈകൊണ്ട് അതിനെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഗ്യാസ് കത്തിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ തീ താഴ്ത്തിയിടുകയും ചെയ്യാം. നമുക്ക് കൈകൊണ്ട് സുഖമായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള ബട്ടറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ബട്ടറൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നല്ലോണം മുരിഞ്ഞ് കിട്ടും. ഇപ്പം ഞാൻ ആദ്യത്തെ അധികം ഫെർമെൻ്റ് ആവാത്തതായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. രണ്ടാമത് ഉണ്ടാക്കിയത് നന്നായി ഫെർമെൻ്റ് ആയതിന് ശേഷം എടുത്ത പിക്കാണ്. അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയൊരു മധുരമുണ്ട്, ബട്ടറിൻ്റെ ടേസ്റ്റുണ്ട്. ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചീസ് ഇട്ടോളൂ കേട്ടോ. ഇത് നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ട ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.